എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നീറ്റ് 2025ന്റെ ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റുമായിട്ടാണ്. നീറ്റ് 2025 എക്സാം എഴുതുന്ന സ്റ്റുഡൻസിന്റെ രജിസ്ട്രേഷൻ ലിങ്ക് ആയിട്ടുണ്ട്. 7th ഫെബ്രുവരി 2025 മുതൽ മാർച്ച് 7th 2025 വരെയാണ് എക്സാമിന്റെ രജിസ്ട്രേഷൻ ലിങ്ക് ആയിട്ടുണ്ടാവുക. സോ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇതിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ഡേറ്റ്സും ഫീ ഡീറ്റെയിൽസിനെയും പറ്റിയാണ്. അത് ഏകദേശം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. നമ്മളുടെ എക്സാം അതായത് എക്സാമിനുള്ള രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 7th ഫെബ്രുവരി 2025 തൊട്ട് 7th മാർച്ച് 2025 വരെയാണ്. ഏകദേശം 11:50 വരെ ലാസ്റ്റ് ടൈം വരെ നിങ്ങൾക്ക് സമയമുണ്ട്. പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കയറി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ബിക്കോസ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾ ഫസ്റ്റ് ഫേസിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ രജിസ്ട്രേഷൻ വൈകിക്കാതെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി 7th മാർച്ച് 2025 ആണ്. 9th മാർച്ചിനും 11th മാർച്ചിനും ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ഫീ ഡീറ്റെയിൽസ് വരുന്നത് ജനറൽ 1700ഉം OBC ജനറൽ EWS ഇതിനെല്ലാം 1600ഉം അതുപോലെ SC/ST കാറ്റഗറി PWD തേർഡ് ജെൻഡർ ഇങ്ങനെയുള്ള കാറ്റഗറിക്ക് 1000 ആണ് ഫീ വരുന്നത്. ഔട്ട്സൈഡ് ഇന്ത്യ കാൻഡിഡേറ്റ്സിന് 9500 ആണ് ഫീ വരുന്നത്. ഇനി നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സിറ്റി ഇൻഫർമേഷൻ സ്ലിപ്പ് വരുന്ന ഡേറ്റ് ആണ്. അത് ഇപ്പോൾ ഇന്ത്യ അനൗൺസ് ചെയ്തിരിക്കുന്നത് 26th ഏപ്രിൽ 2025 ആണ്. മെയ് 1-ാം തീയതിയാണ് ആക്ച്വലി നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. അഡ്മിറ്റ് കാർഡിലാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സാം സെന്റർ എവിടെയാണെന്നൊക്കെ അറിയാൻ സാധിക്കാം. എക്സാം നടക്കുന്നത് നിങ്ങൾക്കറിയാം മെയ് 1st സൺഡേയിലായിരിക്കും. സോ ഈ വർഷവും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു. 4th മെയ് 2025 എക്സാം നടക്കുക. എക്സാമിന്റെ ഡ്യൂറേഷനിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. 180 മിനിറ്റ്സ് ആണ് എക്സാം ഉണ്ടാവുക. 180 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 180 മിനിറ്റ്സിലാണ് എക്സാം ഉണ്ടാവുക. ദാറ്റ് മീൻസ് 3 മണിക്കൂറേ ഈ വർഷം എക്സാം ഉള്ളൂ. കഴിഞ്ഞ വർഷം വരെ 3 മണിക്കൂർ 20 മിനിറ്റ് ആയിരുന്നു എക്സാം എങ്കിൽ 200 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇവിടെ 180 ക്വസ്റ്റ്യൻസ് 180 മിനിറ്റ്സ്. 2 മണി തൊട്ട് 5 മണി വരെയാണ് നമ്മളുടെ ടൈം. നേരത്തെ 2 മണി തൊട്ട് 5:20 വരെയായിരുന്നു. ബിക്കോസ് ടൈം ചേഞ്ച് ചെയ്തുകൊണ്ടാണ് അത് മാറിയത്. സോ അതൊന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ നേരെ പോകുന്നത് രജിസ്ട്രേഷനിലേക്കാണ്. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് നമ്മളുടെ മാർക്കിംഗ് സ്കീമും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബിക്കോസ് അതും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അറിയാം, നമുക്ക് 3 സബ്ജക്റ്റുകൾ, മെയിൻലി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റുകളാണ്. ബയോളജിയിൽ തന്നെ സുവോളജിയും ബോട്ടണിയാണ് ഉണ്ടാവുക. ഇതിൽ എങ്ങനെയാണ് മാർക്കിംഗ് സ്കീം എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം. ഫിസിക്സിനും കെമിസ്ട്രിക്കും 45 ക്വസ്റ്റ്യൻസ് വീതം, അതുപോലെ തന്നെ ബയോളജി 45, അതായത് ബോട്ടണി 45, സുവോളജി 45, 90 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. എല്ലാം 180 വരിക. 180, മൊത്തം 360, മൊത്തം 720 വരിക. ബട്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആക്ച്വലി 180 ആണ്. ഇതിന്റെ അപ്ഡേഷൻസ് നേരത്തെ തന്നെ വന്നതാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും 180 ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത്. നേരത്തെ തന്നെ NTA അപ്ഡേറ്റ് ചെയ്തായിരുന്നു. പെൻ ആൻഡ് പേപ്പർ മോഡ് തന്നെയായിരിക്കും. അതായത് നിങ്ങൾ ബബിൾ ചെയ്ത് തന്നെയാണ് ആക്ച്വലി ആൻസർ ചെയ്യേണ്ടത്. ഓൺലൈൻ മോഡ് പോലുള്ള കാര്യങ്ങൾ ഈ വർഷം ഇല്ല. ആക്ച്വലി നിങ്ങൾ ഇതുവരെ എങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്ത് അതുപോലെ തന്നെ എഴുതാവുന്നതാണ്. പക്ഷേ ടൈമിംഗ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തോളുക. ടൈമിംഗ് മാറിയിട്ടുണ്ട്. സമയം എന്ന് പറയുന്നത് 180 മിനിറ്റ്സേ ഉള്ളൂ. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. സോ ഇനി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആക്ച്വലി വരേണ്ടത് neet.nda.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ്. neet.nda.nic.in. സോ ഇതിൽ ഈ വെബ്സൈറ്റിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഡയറക്റ്റ് കയറി വരാം. ഇവിടെ രജിസ്ട്രേഷൻ ഫോർ നീറ്റ് UG 2025 ഈസ് ലൈവ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വിൻഡോയിൽ നീറ്റ് UG രജിസ്ട്രേഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് 3 സെക്ഷൻസ് കാണാം. 3 സെക്ഷൻസിൽ ഫസ്റ്റ് ജസ്റ്റ് സ്റ്റെപ്സ് ടു അപ്ലൈ ഓൺലൈൻ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ കാണിച്ച ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ സെക്ഷൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് കാൻഡിഡേറ്റ്. ഇത് നിങ്ങൾ ഇപ്പോൾ ഉള്ളതല്ല, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് ശേഷമുള്ളതാണ്. നിങ്ങൾ ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ രജിസ്റ്റർ യുവർ പ്രൊഫൈൽ എന്ന് പറയുന്ന ഈ ലിങ്കിലാണ് കയറേണ്ടത്. ന്യൂ രജിസ്ട്രേഷനിലാണ് കയറേണ്ടത്. ദാറ്റ് മീൻസ് 2025 എക്സാമിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ രജിസ്റ്റർ യുവർ പ്രൊഫൈൽ എന്ന് പറയുന്ന ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. വൺസ് നിങ്ങൾ രജിസ്ട്രേഷൻ ഏകദേശം ഫുൾ ഫിനിഷ് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ രജിസ്ട്രേഷൻ ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ഡേറ്റാസ് പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് കാൻഡിഡേറ്റ് ആയിട്ട് ഇവിടെ ലോഗിൻ ചെയ്യാവുന്നതാണ്. സോ ന്യൂ രജിസ്ട്രേഷൻ ആണ് ഫസ്റ്റ് വരുന്ന ഒരു സ്റ്റുഡന്റ് ചെയ്യേണ്ടത്. സോ ന്യൂ രജിസ്ട്രേഷനിലേക്ക് പോകുന്നു. ഇവിടെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യാം. എക്സാം സിറ്റീസ് ഏതൊക്കെയാണെന്നൊക്കെ നോക്കാം.
അതുപോലെ തന്നെ എല്ലാ ഇൻഫർമേഷൻസും ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് വായിച്ച് നോക്കുക. എല്ലാത്തിനെ പറ്റി ഒരു അറിവ് ഉണ്ടാക്കിയ ശേഷം മാത്രം എക്സാം എഴുതാൻ പോകുന്നതാണ് നല്ലത്. ഇവിടെ ക്ലിക്ക് കൊടുക്കുക, ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ്. സോ ഡേറ്റാസ് കൊടുക്കുന്ന സമയത്ത്, അതായത് നിങ്ങളുടെ ഡേറ്റ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ റെക്കോർഡ്സ് അനുസരിച്ച് തന്നെ കൊടുക്കുക. ബിക്കോസ് എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറക്ഷനോ വന്നാൽ ബുദ്ധിമുട്ടാണ്. കറക്ഷന് ചെറിയൊരു ഡേറ്റ് തരുന്നുണ്ട്, കറക്ഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാറ്റാൻ. എങ്കിൽ പോലും ആദ്യം ചെയ്യുമ്പോൾ തന്നെ വൃത്തിയായിട്ട് തന്നെ ചെയ്തേക്കുക. നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ഷീറ്റിൽ ഉള്ളതുപോലെ വേണം നിങ്ങൾ ഡേറ്റ അല്ലെങ്കിൽ നെയിം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാൻ. കാൻഡിഡേറ്റ് നെയിം, ഫാദർ നെയിം, മദർ നെയിം, കാൻഡിഡേറ്റ് ഡേറ്റ് ഓഫ് ബർത്ത്, ഇതുപോലുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോഴും നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ വെരിഫൈ ചെയ്തിട്ട് കൺഫേം ചെയ്യുക. പ്രസന്റ് അഡ്രസ്സ് കൊടുക്കുക, ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന അഡ്രസ്സ് കാര്യങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളിവിടെ കൊടുക്കുന്ന ഇമെയിൽ അഡ്രസ്, മൊബൈൽ നമ്പർ, ഇത് രണ്ടും നിങ്ങൾ ഫ്രീക്വൻലി യൂസ് ചെയ്യുന്ന ഒരു നമ്പർ കൊടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇമെയിൽ നോക്കുക. ബിക്കോസ് എന്തെങ്കിലും അപ്ഡേഷൻസ് വരുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൽ കിട്ടണം. സോ ഇമെയിലൊക്കെ പുതുതായിട്ട് ഉണ്ടാക്കിയിട്ട് പാസ്വേഡ് ഒക്കെ മറന്നു പോകുന്ന കേസുകളൊക്കെ വരാറുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം. എന്നാൽ പോലും നിങ്ങൾ കൂടുതലായിട്ടും ആക്സസ് ചെയ്യുന്ന ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പറൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഓൾട്ടർനേറ്റ് കോൺടാക്ട് നമ്പർ കൊടുക്കുക. പെർമനന്റ് അഡ്രസ് സെയിം ആസ് പ്രസന്റ് അഡ്രസ് ആണെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പാസ്വേഡിൽ എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, മീൻസ് നിങ്ങൾക്ക് ആക്ച്വലി ഇതിനൊരു പാസ്വേഡ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഈ പാസ്വേഡ് ആണ് ആക്ച്വലി നിങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. സോ കൃത്യമായിട്ട് സെക്യൂരിറ്റി ഉള്ള ഒരു പാസ്വേഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്യാപ്ച അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു OTP കാര്യങ്ങളൊക്കെ വരും. അത് ബേസ് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അടുത്തടുത്ത സ്റ്റെപ്പുകളിലായിരിക്കും ഇനി മുന്നോട്ട് നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ലിങ്കുകൾ വരിക. അത് നിങ്ങൾക്ക് പിന്നീട് സമയം അനുസരിച്ച് വീണ്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൃത്യമായിട്ട് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും അപ്ഡേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അപ്ഡേറ്റ്സും ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡ്രസ് കോഡ്സ്, അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അതെല്ലാം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് ഒരു ക്വിക്ക് വീഡിയോ പെട്ടെന്ന് ചെയ്താണ്, രജിസ്ട്രേഷൻ നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ഗുഡ് ബൈ, താങ്ക് യു.